ദൈവത്തിന് മഹത്വം. ദൈവപ്രസാദം ഉള്ള കൃപയിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാവർക്കും, വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. സവിദ്യായ വിമുക്തയെ എന്ന് വിഷ്ണു പുരാണത്തിൽ ഒരു ശ്ലോകഭാഗമുണ്ട്. സവിദ്യായ വിമുക്തയെ, വിദ്യ കൊണ്ട് നാം മുക്തി നേടുന്നു, വിദ്യ കൊണ്ട് നാം പ്രബുദ്ധരാകുന്നു, അറിവുള്ളവരാകുന്നു, വിദ്യ കൊണ്ട് നാം അജ്ഞാനത്തെ അകറ്റുന്നു, വിദ്യ കൊണ്ട് നാം ശക്തി പ്രാപിക്കുന്നു. ഇങ്ങനെയുള്ള അനേകം വാക്യങ്ങൾ നമ്മുടെ അധ്യയന സമ്പ്രദായത്തിൽ ഉടനീളം കാണുവാൻ കഴിയും. 143 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ 1883 എന്ന് പറഞ്ഞാൽ മനോരമ പത്രം ഉണ്ടാകുന്നതിൻ്റെ 7 വർഷം മുമ്പ്, മലയാളി മെമ്മോറിയൽ ഉണ്ടാകുന്നതിൻ്റെ 9 വർഷം മുൻപ് കേരളത്തിൽ വിദ്യാവെളിച്ചം, അതിനെക്കുറിച്ചുള്ള അടിസ്ഥാന ചിന്തകളൊക്കെ പടർന്നുകൊണ്ടിരിക്കുന്ന ആദ്യ കാലഘട്ടത്തിൽ അത്യപൂർവം കോളേജുകൾ, CMS കോളേജ്, കോട്ടയം കോളേജ് പോലെയുള്ള കോളേജുകൾ ഉണ്ടായിട്ടുണ്ട്. സെമിനാരി വിദ്യാഭ്യാസം 1815 മുതൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഈ ചൊവ്വന്നൂർ പ്രദേശത്ത് ഒരു സ്കൂള്, പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള ഒരു സ്കൂള് ഉണ്ടാക്കുവാൻ അന്നത്തെ മാർത്തോമാ സഭയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതൊരു നിസ്സാര കാര്യമല്ല. ഈ സ്കൂൾ 1883 തുടങ്ങിയതിന് ശേഷം കുറച്ചുകൂടെ വർഷങ്ങൾ കഴിഞ്ഞാണ് 1892 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ന് നാം കാണുന്ന ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹൈസ്കൂൾ, അത് സെൻറ്റ് ഇഗ്നേഷ്യസ് ഇംഗ്ലീഷ് മീഡിയം ഗേൾസ് ഹൈസ്കൂളായിട്ട് അന്നത്തെ ഓർത്തഡോക്സ് സഭ ആരംഭിക്കുന്നത്. 1925 മാത്രമാണ് MJD സ്കൂൾ ഉണ്ടാകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് കുന്നംകുളത്തെ മറ്റ് സ്കൂൾ വിദ്യാഭ്യാസ മേഖലകൾ ഉണ്ടാകുന്നത്. അവിടുന്ന് കുറെക്കൂടെ കാലം കഴിഞ്ഞാണ് നമുക്ക് യൂണിവേഴ്സിറ്റികളും യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളും അങ്ങനെ നമുക്ക് ഉന്നത വിദ്യാഭ്യാസ സംവിധാനവും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ വളരെ ദീർഘവീക്ഷണത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്യ കൊണ്ട് ശക്തി പ്രാപിക്കണം, വിദ്യ കൊണ്ട് അറിവുള്ളവരായിത്തീരണം എന്നുള്ള വലിയ ചിന്തയോടെ ഉണർന്ന് പ്രവർത്തിച്ച പൂർവസൂരികളായ എല്ലാവരെയും അവർക്കൊരു നമോവാകം പറയുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. എൻ്റെ ഉറ്റ സുഹൃത്തും കുന്നംകുളത്തെ എല്ലാ സാമൂഹിക, പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യങ്ങളിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്യുന്ന അദ്ദേഹം ഈ മാർത്തോമാ സ്കൂളിൻ്റെ എനിക്ക് മാനേജർ കൂടെയായ ശ്രീ അജിത്ത് ചീരൻ, ഇതെങ്ങനെ പറഞ്ഞു, ഇത് മാർത്തോമാ സ്കൂള്, അതിലെന്തിനാ ഓർത്തഡോക്സ് മെത്രാച്ചനെ വിളിച്ചതെന്ന് ആരാണ്ട് ചോദിച്ചു. ഒന്നുകിൽ ആ ആളുടെ സ്നേഹം കൊണ്ട് ചോദിച്ചതായിരിക്കും, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് ചോദിച്ചതായിരിക്കും. ഏതായിരുന്നാലും സ്കൂളിന് ജാതിയും മതവും ഒന്നുമില്ല, അല്ലേ? മാർത്തോമാ സ്കൂളിൽ മാർത്തോമക്കാർ മാത്രമല്ല, ക്രിസ്ത്യാനി മാത്രമല്ല, അല്ലേ, ഹൈന്ദവ മുസ്ലിം കുഞ്ഞുങ്ങൾ എല്ലാവരും ഒന്നിച്ചു പഠിക്കുന്നു, ഒന്നിച്ചു വളരുന്നു. നമ്മുടെ ഒന്നും ചെറുപ്പത്തിൽ അത് ഇനിയും ഉണ്ടാകാൻ പാടില്ല. നീ ഏത് ജാതി, ഏത് മതം, അങ്ങനെ ഒന്നുമല്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. നമ്മുടെ ലക്ഷ്യം നാം ഏകോദര സഹോദരങ്ങൾ ആയി ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന വിധത്തിൽ നാം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്, നിൻ്റെ മതങ്ങൾ, നിൻ്റെ മതവിശ്വാസം, നിൻ്റെ പ്രമാണങ്ങൾ
നിൻ്റെ പുസ്തകങ്ങൾ, നിൻ്റെ പേഴ്സണൽ ഗോഡ്, ഇതൊക്കെ നിന്നെ നന്നാക്കാനുള്ള ഉപാധികൾ മാത്രമാണ്. സമൂഹത്തിൽ നീ ഇറങ്ങി വരുമ്പോൾ നിന്നിൽ മനുഷ്യത്വമുണ്ടോ എന്നുള്ളതാണ് പരമപ്രധാനമായ ചോദ്യം. അതുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസം നമുക്ക് നൽകുന്നത് മനുഷ്യ സ്നേഹമുള്ള, പ്രകൃതിയെ സ്നേഹിക്കുന്ന, ലോകത്തെ സ്നേഹിക്കുന്ന, അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ലോക സമസ്ത സുഖിനോ ഭവന്തു, സമസ്ത ലോകത്തിനും ഐശ്വര്യമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയും പഠനവുമാണ് നടത്തുന്നത്. ആ ഒരു 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 പദ്ധതിയിൽ ഏതാണ്ട് 150 വർഷം ഈ സ്കൂളിന് നിലനിൽക്കാനായിട്ട് കഴിഞ്ഞു. വേണമെങ്കിൽ ഇത് വലിയ അക്കാഡമിയായിട്ട്, വലിയ യൂണിവേഴ്സിറ്റിക്കായിട്ട് വളരാമായിരുന്നു. പക്ഷെ അതല്ല. അതിൻ്റെ സ്ഥാപന ഉദ്ദേശം കുഞ്ഞുങ്ങൾക്ക് പ്രൈമറി വിദ്യാഭ്യാസം ഭംഗിയായിട്ട് കൊടുക്കുക. ആ ഉദ്ദേശത്തിൽ അത് നിലനിൽക്കുന്നു. ഞാനിവിടെ നോക്കുകയായിരുന്നു, ആദ്യത്തെ ഒരു സ്റ്റേജ് പെർഫോമൻസ് തന്നെ എന്തൊരു അടുക്കും ചിട്ടയും വൃത്തിയുമായിട്ട് ശാസ്ത്രീയ സംഗീതം മനോഹരമായി നൃത്തം പഠിച്ച കുഞ്ഞുങ്ങളാണ് ആ പരിപാടികൾ അവതരിപ്പിച്ചത്. അവരിവിടെ എങ്ങാനും ഉണ്ടോ എന്ന് അറിയത്തില്ല. നല്ലൊരു കയ്യടി കൂടെ ആ കുട്ടികൾക്ക് കൊടുക്കണം. അത്ര മനോഹരമായിട്ട് എനിക്ക് അതുങ്ങളെയൊക്കെ എടുത്ത് ഇങ്ങനെ ഉമ്മ കൊടുക്കാൻ തോന്നി. അത്ര ഒരുപോലെ ക്ലോൺ ചെയ്ത മാതിരിയുള്ള കുഞ്ഞുങ്ങൾ, സുന്ദരികളായിട്ടുള്ള കുഞ്ഞുങ്ങൾ, അത് മനോഹരമായിട്ട് അവരെ ആ നൃത്തം ഒരു ആരാധനയുടെ പശ്ചാത്തലത്തിൽ, അല്ലേ, നൃത്തം സംസ്കാരം, അത് അതിൽ തന്നെ ഒരു ആരാധനയാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് എന്നൊരു വാക്ക് ശ്രീ അജിത്ത് ഉപയോഗിച്ചു. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് പ്രവർത്തിക്കുന്ന മനുഷ്യനാണ്. നമ്മുടെ പ്രവർത്തനം, നമ്മുടെ മുഖത്തെ ചിരി, നമുക്ക് സാധിക്കുന്ന കൊച്ചു കൊച്ചു നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക, ആ ഒരു വലിയ ഒരു 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 പ്രതിബദ്ധതയാണ് ഇവിടെ കാണുന്നത്. ഈ ടീച്ചേഴ്സൊക്കെ എന്തുമാത്രം ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി സംരക്ഷിച്ച് ഒരു ഭവനമാക്കി തീർക്കുന്നു. കലാക്ഷേത്രമെന്നാണ്, വിദ്യാക്ഷേത്രമെന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് ഈ ഇന്ന് സ്വാഗതം ആശംസിച്ചത് മുതൽ പിന്നെ ഇവിടെ നന്ദി പറയുന്നത് വരെയുള്ള സ്റ്റാഫ്, എല്ലാ പ്രവർത്തകരും, അതിൽ പ്രത്യേകിച്ച് ഇന്ന് നമുക്കൊരു വിട പറയുന്നു എന്ന് പറയുന്നു. ആ ടീച്ചർ ആരാണെന്ന് എനിക്ക് നമുക്കെല്ലാം വേണ്ടി, നിങ്ങൾക്കെല്ലാം വേണ്ടി ടീച്ചറുടെ സേവനത്തിന് ഞാൻ നന്ദിയോടെ കൈകൂപ്പുമായിട്ട് നിൽക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സ്ഥാപനത്തെ ആത്മാവിൽ വിട്ടു പോകരുത്. പോകാൻ ഒക്കുകയില്ല എന്നറിയാം, ഒരിക്കലും പോകാൻ ഒക്കുകയില്ലെന്നറിയാം. സമയമുള്ളപ്പോഴൊക്കെ ഇവിടെ കയറി വരണം, ആ സ്നേഹം കൊടുക്കണം. എന്നും അധ്യാപകർ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഒരു കാര്യം കൂടെ ഓർത്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. എൻ്റെ അമ്മ സ്കൂൾ ടീച്ചറായിരുന്നു. 38 വർഷം, 55 വയസ്സിൽ റിട്ടയർ ചെയ്തു. 17 വയസ്സിൽ ജോലിക്ക് കയറി. 18 വയസ്സിലെ മസ്റ്റർ റോളിൽ സൈൻ ചെയ്യാൻ ഒക്കുകയുള്ളൂ. ആദ്യത്തെ ഒരു കൊല്ലം ഒന്നും കിട്ടാതെ പഠിപ്പിച്ചു. അന്ന് 10ാം ക്ലാസ്സും TTC മതി. അപ്പം ഞങ്ങളിടയ്ക്ക് ചോദിക്കും, ഇത് അമ്മയ്ക്ക് ബോറടിക്കില്ലേ? 38 കൊല്ലമൊക്കെ ഒരു സർവീസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, അമ്മ പറഞ്ഞ്, ഞാനൊരു സർക്കാർ ജോലിയാണ് ചെയ്തിരുന്നെങ്കിൽ, നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും എൻ്റെ അമ്മയെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു, ഒരു സർക്കാർ ജോലി ഏതെങ്കിലും ഒരു ഓഫീസിലെ ഫയലിനകത്തായിരുന്നെങ്കിൽ പണ്ടേ ഞാനത് വലിച്ചെറിഞ്ഞ് ഓടുമായിരുന്നു. എന്നാൽ സ്കൂളിൽ ഞാൻ ചെല്ലുമ്പോൾ ഓരോ ദിവസവും ഓരോ കുഞ്ഞിൻ്റെ മുഖത്ത് നിന്നും ഞാൻ പുതിയ പാഠങ്ങൾ പഠിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളാണ് എനിക്ക് ഉന്മേഷം തന്നത്, എന്നെ കർത്തവ്യ നിരതയാക്കിയത്. അതുകൊണ്ട് നാം ഓർക്കേണ്ടത്, നാമും അവരും ഒന്നിച്ച് ഉപാസന മന്ത്രം ജപിച്ച്, അല്ലേ, അവരിൽ നിന്ന് നാമും പഠിക്കുകയാണ്, നാമും അവരും ഒന്നിച്ചു നിൽക്കുകയാണ്. ആ ഒരു ചിന്തയിൽ, ആ ഒരു ലക്ഷ്യത്തിൽ ഇനിയും അടുത്തൊരു പാട്ടിൽ കേട്ടതുപോലെ വളരെ 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 ഈ സ്കൂൾ വളരുവാൻ ഇടയാകണം. അതിൽ നിന്ന് അനേകരെ നന്മയുടെ പാതയിലേക്ക് വരാനിടയാകണം. കഴിഞ്ഞ ദിവസം വലിയ അഭിമാനം തോന്നി. ഇന്നിപ്പം അണ്ടർ 19 ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും ഇംഗ്ലണ്ടുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ആരൺ ജോർജ് അണ്ടർ 19 ക്രിക്കറ്റ് ടീമിന് വേണ്ടി ഒരു മലയാളി പയ്യനാണ് കളിച്ചത്.
അപ്പോൾ ഞാൻ ഒന്നുകൂടെ നോക്കി ആരൺ ജോർജ് എന്ന് കണ്ടപ്പം ഓർത്തഡോക്സുകാരനാകാൻ വല്ല ചാൻസും ഉണ്ടോ എന്ന് നോക്കിയപ്പം അവൻ കോട്ടയത്ത് ഓർത്തഡോക്സുകാരനാണ്. അവൻ സെക്കൻഡ് രമാത് ഇടവക അംഗമാണ്. അവൻ ഓർത്തഡോക്സുകാരനാണ്. ഞാൻ അവനെ വിളിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. കാരണം അവൻ കോച്ചിങ്ങിലാണ്, പ്രാക്ടീസിലാണ്. ഇന്നിപ്പോൾ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ വൈഷ്ണവ് സൂര്യവംശി, അവന് ബോൾ വരുന്നൊന്നൊരു വിഷയമല്ല, അടിച്ച് പറപ്പിക്കുകയാണ്. ഇന്നും 190 റൺസ് എടുത്തു കഴിഞ്ഞു. ഇന്ത്യ ജയിച്ചിരിക്കും, ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കും, ഏത് ശക്തിയെ നമ്മൾ തോൽപ്പിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ ലോകത്തെമ്പാടും അത്ഭുതങ്ങൾ കാണിക്കും. അവർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കുന്നത് ഇങ്ങനെയുള്ള നിസ്വാർത്ഥമതികളായ സേവകരാണ്. അതുകൊണ്ട് ഈ സ്കൂളിനെ എല്ലാ അനുഗ്രഹങ്ങളും, അനുഗ്രഹ പ്രഭാഷണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാ അനുഗ്രഹങ്ങളും ഈ സമയത്ത് പ്രത്യേകമായിട്ട് നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് സർവാത്മന പ്രാർത്ഥിക്കുന്നു. ഞാൻ അല്പം വൈകിയാണ് വന്നത്. ശ്രീ അജിത് ചീരൻ പറഞ്ഞല്ലോ, എന്തായാലും ഞാൻ വന്നതിന് ശേഷം പിന്നെ ആളുകൾ വന്നപ്പം എനിക്ക് സന്തോഷമായി, ഞാൻ അത്ര ലേറ്റ് അല്ല എന്ന്. നിങ്ങൾ അനുവദിക്കുമെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കണം. കാരണം ഈ കേരളത്തിലെ ട്രാഫിക്കിൽ എനിക്കിനിയും തിരുവല്ല പരുമല വരെ ഇന്ന് യാത്ര ചെയ്യണം. നാളെ അതിരാവിലെ വീണ്ടും 2 മണിക്കൂറൂടെ യാത്ര ചെയ്താലേ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ. തിരുവനന്തപുരത്തിൻ്റെ കൂടെ അധിക ചുമതല ഉണ്ട്. ദൈവഹിതമായാൽ വീണ്ടും ഈ സ്കൂളിൽ എങ്ങനെയുള്ള പരിപാടികൾക്ക് ഒന്നിച്ചു കൂടാൻ സാധിക്കും. ശ്രീ അജിത്തിനോടൊപ്പം അതുപോലെ വന്നി വൈദികരോടൊപ്പം പല കാര്യങ്ങളിൽ, ഉദാഹരണത്തിന് ചൈതന്യ സ്കൂൾ സ്പെഷ്യൽ സ്കൂളാണ്. അവിടത്തേക്ക് കുഞ്ഞുങ്ങളുടെ സ്നേഹവും സന്തോഷവും കാണുമ്പോൾ വലിയ ആഹ്ലാദമാണ്. നമുക്ക് ചെയ്യാനൊക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, 5 കൊല്ലം മുമ്പ് ചെയ്ത കാര്യമൊക്കെ അതൊക്കെ പണ്ടേ മറന്നുപോയി. നമ്മളൊരു പ്രോത്സാഹന വാക്ക് കൊടുക്കുന്നു, അത് ഒലിച്ച് വരുന്നു. അതല്ലാതെ അവസാനം പറഞ്ഞില്ലയോ, എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷേ എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. കാരണം അല്ലാതെ തന്നെ കാശ് വന്നു. ഇതെനിക്കറിയാം ഇത് കാശ് വരുമെന്നുള്ളത്. അതുകൊണ്ട് നന്മ പ്രവർത്തിക്കാനുള്ള എല്ലാ സംരംഭങ്ങൾക്കും നമുക്ക് ഒന്നിച്ച് നിൽക്കാം. ഒരുപാട് ജനപ്രതിനിധികൾ ഇവിടെയുണ്ട്. പുതിയ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്ത് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ലഭിച്ചിരിക്കുന്ന സ്ഥാനം, ഇതിൽ പലരെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന സുഹൃത്തുക്കളാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥാനം ജനനന്മ ചെയ്യുവാനുള്ള സ്ഥാനമാണ്. അതിൽ രാഷ്ട്രീയം കലർത്തരുത്, മതം കലർത്തരുത്, ജാതി കലർത്തരുത്. ആരാണെന്ന് നോക്കാതെ എല്ലാവർക്കും നന്മ ചെയ്യുവാൻ ഇടയാകട്ടെ. എല്ലാ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.